സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾക്കും ചിലതൊക്കെ അറിയാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സൈബർ തുടങ്ങിയ കാലം മുതൽ സൈബർ തട്ടിപ്പുകളും സ്റ്റാർട്ട് ചെയ്തു. കാലം മാറിയതോടെ അതിന് രൂപവും ഭാവവും മാറി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് അത് രംഗത്ത് വരുന്നത്. ചിലപ്പോൾ രൗദ്രഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഒരു രൂപത്തിലാണെങ്കിൽ നാളെ മറ്റൊന്നിൽ. അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്ക് അടുത്തത്. തുടക്കത്തിൽ ഇമെയിലുകളായി സന്ദേശങ്ങൾ വരുമായിരുന്നു. നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചു, കോടികളാണ് ലോട്ടറിയിൽ നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത്. ഇമെയിൽ സന്ദേശങ്ങളിൽ കൂടി അതിന്റെ വെരിഫിക്കേഷന് നിങ്ങളുടെ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കുക. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അയക്കുന്നു. തൊട്ടുപുറകെ അതിന്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ എമൗണ്ട് ആവശ്യമുണ്ട്. കാരണം ഈ ലോട്ടറി അടിച്ച തുക മുഴുവനായും നിങ്ങളെ ഏൽപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഇതിന്റെ ട്രാൻസാക്ഷനും കസ്റ്റം ഡ്യൂട്ടിയും ഒക്കെയായി ബന്ധപ്പെട്ട് ചെറിയൊരു തുക ആവശ്യമുണ്ട്. അത് നിങ്ങൾ പേ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പേ ചെയ്താൽ മാത്രമേ ഈ എമൗണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. എമൗണ്ടിന്റെ വലുപ്പവും അതുമായി ബന്ധപ്പെട്ട ആകർഷണീയതയും ഒക്കെ നമ്മളെ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഒന്നുകിൽ നമ്മൾ തന്നെ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മൾ കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നു. ഹാക്കേഴ്സ് എന്ന് നമ്മൾ അവരെ അന്ന് പേര് വിളിച്ചു. അന്ന് അത് കഴിഞ്ഞു. തൊട്ടുപുറകെ മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജുകളൊക്കെയായി ലിങ്കുകൾ അയച്ചു തരുന്നു. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നടങ്കം അവർക്ക് ലഭിക്കുന്നു. OTP ഫെസിലിറ്റി പോലും അവരിലേക്ക് കൈമാറുന്നു. നമ്മൾ അയക്കുന്ന മെസ്സേജ്, നമ്മൾക്ക് വരുന്ന മെസ്സേജ് അവർ റിസീവ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ കാശും അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നീട് കണ്ടത് ഫോറിനിലൊക്കെ, അതായത് UK യിലും US ലും ഒക്കെ ഒരുപാട് പ്രായം ചെന്ന് ലീഗൽ ഹെയർസ് ഒന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ, അതിൽ ചില ആളുകൾ പല രീതിയിൽ അന്വേഷണം നടത്തി ഏറ്റവും വിശ്വസ്തരും സൽസ്വഭാവികളുമായ നമ്മളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇമെയിലിലേക്ക് അവർ ഒരു മെസ്സേജ് അയക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ആകെ വിശ്വാസമുള്ളത് നിങ്ങളെ. ആരെ? നമ്മുടെ ഇമെയിൽ ID യെ. അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കൂ, അതിലേക്ക് ഞാൻ എൻ്റെ എമൗണ്ട് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതും കോടികളായിരിക്കും. എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലോ, അപ്പോൾ ആ ഒരു എമൗണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട ആകർഷണീയതയും കാരണം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കുന്നു. അവർ നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ കാശും ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അതല്ല എങ്കിൽ നമ്മൾ തന്നെ അവർക്ക് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷന്റെ ചിലവിലേക്ക് ചെറിയൊരു തുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അത് ചിലപ്പോൾ 50,000-വും 1,00,000-വും അതിന് മുകളിലേക്കും ഒക്കെയുള്ള തുകയായിരിക്കും. അങ്ങനെ നമ്മുടെ ആ കാശും നഷ്ടപ്പെടുന്നു. ഇതൊക്കെയായിരുന്നു തുടക്കകാലത്തെങ്കിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കണ്ടുവരുന്ന 2 തട്ടിപ്പുകളെ കുറിച്ചാണ് പ്രധാനമായും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന്, പോലീസ് അധികാരികൾ, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ്, അതുപോലെ ആളുകൾ പോലീസ് വേഷത്തിൽ വീഡിയോ കോളിൽ വരുന്നു. നമ്മളോട് പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രമാതീതമായി ഇത്രയധികം പണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയധികം പണം മാറിപ്പോയിട്ടുണ്ട്. അത് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയം മുതൽ വെർച്വൽ അറസ്റ്റിലാണ്. എന്താണ് വെർച്വൽ അറസ്റ്റ്? അങ്ങനെ ഒരു സംഭവം നമ്മുടെ നിയമസംഹിതകളിലെങ്ങുമില്ല. എന്നാലും നമ്മുടെ ജനങ്ങളെല്ലാവരും നമ്മുടെ ക്രിമിനൽ നിയമങ്ങളെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ടുള്ളവരല്ലാത്തതുകൊണ്ട് ഇനി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളത് വിശ്വസിക്കുന്നു. ആ സമയം മുതൽ ഇവർ പറയുന്നത് വെർച്വൽ അറസ്റ്റ്. നമ്മൾ ഈ അറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി അറസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി. ആ സമയത്തൊക്കെ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നതാണ്, നമ്മൾക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾക്ക് ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, ആരോടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഈ വെർച്വൽ അറസ്റ്റും ഇതുപോലെയൊക്കെ തന്നെയാണ് എന്ന്. അത് വിശ്വസിച്ച് നമ്മളിങ്ങനെ പേടിയോടെയും ബഹുമാനത്തോടെയും വിഷമത്തോടെയും ഒക്കെ ഇരിക്കും. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, നിങ്ങൾക്കൊരു പാർസൽ വന്നിട്ടുണ്ട്, അതിൽ കഞ്ചാവ് പിടിക്കപ്പെട്ടു, നിങ്ങൾ ഒരു വെർച്വൽ അറസ്റ്റിലാണ്. ഇനി അതല്ല എങ്കിൽ ജില്ലാ കോടതിയിൽ നിങ്ങൾക്കെതിരെ ഇന്ന കേസുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ സമയം മുതൽ വെർച്വൽ അറസ്റ്റിലാണ്. ഇതിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിൽ തന്നെയും ഈ പോലീസ് ഓഫീസർ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നു, ഇങ്ങനെ സംഭവത്തിൽ നമ്മൾ പെട്ടിട്ടില്ല, നമ്മൾ നിരപരാധിയാണ്, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നു. ഉടനെ അയാൾ മറ്റൊരു പോലീസ് ഓഫീസറെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോലീസ് ഓഫീസറെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, നിഷ്കളങ്കനാണ്, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും കണക്റ്റഡ് ആയ ആളല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. വീണ്ടും മറ്റൊരാളെ ഫോൺ കോൺടാക്ട് ചെയ്യുന്നു. അയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് കഴിയുന്നു, ഓക്കെ അയാളുടെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യൂ. ഓക്കെ ഞാൻ വെരിഫൈ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയൂ, തയ്യാറാണോ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ? ആണെങ്കിൽ ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യാം, നിങ്ങൾ നിഷ്കളങ്കനാണെങ്കിൽ ഇപ്പൊ വിട്ടുകളയുന്നു പറയുന്നു. അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഒരുപക്ഷെ അവര് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണവും എടുത്ത് അവർ പോകുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു കാര്യം ചെയ്യുന്നത്, അക്കൗണ്ടിൽ നിലവിലുള്ള തുക ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ വെരിഫൈ ചെയ്യട്ടെ എന്ന് പറയുന്നു.
ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതങ്ങനെ പോകുന്നു. ഇതൊന്നുമല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നിഷ്കളങ്കനാണ്, അറിയാതെ പെട്ടുപോയതാണ് എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഫൈൻ അടച്ച് രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങൾ തയ്യാറാക്കി തരാമെന്ന് പറയുന്നു. ഫൈൻ ഇത്ര രൂപയാണ്, ചിലപ്പോൾ അത് 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, ചിലപ്പോൾ കോടികൾ. അങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അക്കൗണ്ടിലുള്ള കാശ് എത്രയാണെന്ന് അവർ ആദ്യമേ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് ഫൈൻ എത്രയാണെന്ന് പറയുന്നു. ആ ഫൈൻ നമ്മൾ അടയ്ക്കുന്നു. അങ്ങനെ അവർ ആ പൈസയും കൊണ്ട് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമോ ദിവസങ്ങൾക്കോ ശേഷമായിരിക്കും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എന്നാൽ പോലീസ് അധികാരികൾ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വിത്തിൻ 1 അവർ, അതാണ് ഗോൾഡൻ അവർ എന്ന് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട ഗോൾഡൻ അവർ, ദാറ്റ് ഈസ് വിത്തിൻ 1 അവർ, 1 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവർ സൈബർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ സൈബർ പോർട്ടലുണ്ട്, സൈബർ വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ എമർജൻസി കോളിംഗിന് വേണ്ടി ഒരു നമ്പർ ഉണ്ട് 1930. ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ ഉടനടി നിങ്ങളുടെ അക്കൗണ്ടിൽ നഷ്ടപ്പെട്ട തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാതെയോ അതുമായി ബന്ധപ്പെട്ട മറ്റ് ടെക്നിക്കൽ വശങ്ങളുമായി നോക്കി അവർക്കത് നിങ്ങളുടെ തുക നഷ്ടപ്പെടാതെ സേവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനടി 1930 എന്ന നമ്പറിൽ വിളിക്കുക, സൈബർ പോലീസുമായി ബന്ധപ്പെടുക, നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇനി അതിനൊക്കെ മുന്നേ നമ്മൾ ഇങ്ങനെയുള്ള ഇടപാടിൽ വീഴാതിരിക്കാൻ ആലോചിക്കുക. നേരാവണ്ണം ഒരു അമിതമായ ലാഭം, അമിതമായ കാശ് ഒരാൾ വെറുതെ തരുന്നു, അമിതമായ ലാഭം ഉണ്ടാക്കാമെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളിലൊക്കെ ഒരു തരത്തിലും വീഴാതിരിക്കുക. വെർച്വൽ അറസ്റ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഓൺലൈനിൽ കൂടി ഒരാൾ ഫോണിൽ വിളിച്ച് വെർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞാൽ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ആളെ കോൺടാക്ട് ചെയ്യാമല്ലോ. നിലവിലുള്ള തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അങ്ങനെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാർഗങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ഏറ്റവും വിശ്വസ്തരായ ആളുകളോട് നമ്മൾ ഈ തുറന്ന് സംസാരിക്കുന്ന ഒരു ഹാബിറ്റും കൂടെ തുടങ്ങിയാൽ കുറച്ചൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. അയ്യോ നമുക്കിത് പറ്റിയല്ലോ, ആരും അറിയാതെ ഇതൊക്കെ സുരക്ഷിതമായി ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ ആരും അറിയാതെയൊക്കെ സെറ്റിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പ്രശ്നത്തിൽ പെട്ടു പോകുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ആരോടെങ്കിലൊക്കെ തുറന്നു പറയുകയോ സംശയ നിവാരണവും ചെയ്യുന്നതൊന്നും ഒരു തെറ്റുമല്ല, അത് നല്ലതുമാണ്. അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഹ്യൂജ് ലാഭം ഉണ്ടാക്കാൻ പോവുകയാണ്, അപ്പോൾ അത് ആരും അറിയണ്ട, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നതും അതിനകത്ത് കബളിപ്പിക്കപ്പെടാനുള്ള ഒരു മാർഗമാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കണ്ടുവരുന്ന ഫ്രോഡിലെ രണ്ടാമത്തെ തരം കാര്യമാണ് ഷെയർ മാർക്കറ്റിങ്ങിന്റെ രൂപത്തിൽ വരുന്ന ഒരു ഫ്രോഡ് തരം. ഒന്നുകിൽ ഒരു കോളായിട്ട് വരാം, നിങ്ങൾ ഷെയർ മാർക്കറ്റിംഗ് നടത്താൻ താല്പര്യമുള്ള ആളുകളാണോ. 2, ഒരു മെസ്സേജ് ആവാം, നിങ്ങൾ ഷെയർ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഉണ്ടാക്കുന്ന ലാഭമല്ല 500% മുകളിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ. ഒരു ലിങ്ക് തരുന്നു, സ്വാഭാവികമായും നമുക്കൊരു ആഗ്രഹം വരും, നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇമെയിലായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആവാം, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ആവാം. ആ പോസ്റ്റിൽ അവർ പറയുന്നത് ഞങ്ങൾ ആദ്യം കുറച്ച് അഡ്വൈസ് ഒക്കെ ഫ്രീ ആയി തരും, പിന്നീട് നമ്മൾ ചാർജ് ഈടാക്കും. ആദ്യത്തെ ഒരു 5 ഷെയർ വാങ്ങുന്നത് വരെ ഫ്രീ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കാശ് ഈടാക്കി തുടങ്ങും. അപ്പോൾ നമുക്ക് എന്താ ധാരണ, ഓക്കെ 5 എണ്ണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കാശ് ഈടാക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉള്ളൊരു കമ്പനി ആയിരിക്കുമല്ലോ. അല്ല അങ്ങനെയാണെങ്കിലല്ലേ അവർ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ പറയുന്നു, നമ്മൾ അവരുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഓൾറെഡി നടക്കുന്ന സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം മുടക്കി 2 കോടി ഉണ്ടാക്കി, 1 കോടി നിക്ഷേപിച്ചു 5 കോടി ഉണ്ടാക്കി, ഇങ്ങനെയുള്ള കഥകളായിരിക്കും അതിനകത്ത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മാസ്റ്ററിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവർ പറയും നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്, നാളെ എല്ലാവരും ഇന്ന സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോകുന്നു, അതിൽ നമ്മൾ നിക്ഷേപിക്കുന്നു, നമുക്ക് ലാഭം കിട്ടുന്നു, അത് പുറമേക്ക് ആരോടും ഡിസ്കസ് ചെയ്യരുത്, ഇത് ഫ്ലാഷ് ആയാൽ ഒരു പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി തന്നെ ചീറ്റിപ്പോവാം, അതുകൊണ്ട് നിങ്ങൾ ആരോടും പങ്കുവെക്കരുത്. അപ്പം നമ്മൾ ആ ഒരു സീക്രട്ട് സൂക്ഷിക്കാൻ നമ്മളും ആരോടും മിണ്ടില്ല, നമുക്ക് മാത്രം കാശുണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസ്യത വരും, ഇതിനകത്തുള്ള ആളുകളെല്ലാം ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നു, പിന്നെ എനിക്ക് മാത്രം എന്തുകൊണ്ടായിക്കൂടാ. അങ്ങനെ നമ്മളും റെഡിയാവുന്നു. നമ്മൾ ആദ്യം ഒരു ചെറിയ പൈസ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് 5 ലക്ഷം മുടക്കി എനിക്ക് 10 ലക്ഷമോ 15 ലക്ഷമോ കിട്ടിയതായിട്ട് അവരുടെ ആ വെബ്സൈറ്റിൽ കാണുമ്പോൾ, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിങ്ങിനുള്ള ഒരു അക്കൗണ്ടോ കാര്യങ്ങളോ ആയിരിക്കില്ല. ഇവരുടെ കമ്പനിയുടെ പേരിൽ കമ്പനിയുടെ അണ്ടറിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു, അതിന് അവർ സഹായിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നു. അവരുടെ വെബ്സൈറ്റിൽ അത് കാണിക്കുന്ന രീതിയിൽ ഒരു സാധനം വരുന്നു. അപ്പം നമ്മളും അതിനകത്തുള്ള കമ്പനിയുടെ പേരിലെടുക്കുന്ന ഗ്രൂപ്പ് ട്രേഡിങ്ങിന്റെ ഒരു അക്കൗണ്ടിലേക്ക് വരുന്നു. ആ ഗ്രൂപ്പ്
ട്രേഡിങ്ങിന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് ട്രേഡിംഗ് ഒക്കെ നടത്താനുള്ള ഗ്രൂപ്പ് ട്രേഡിങ്ങിൽ മാത്രം ഷെയർ മാർക്കറ്റിംഗ് കമ്പനികൾ അനുവദിച്ചിരിക്കുന്ന ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിനകത്ത് വരുന്നു, ഇത് നിക്ഷേപിക്കുന്നു, കാണിക്കുന്നുണ്ടല്ലോ 5 ലക്ഷം നിക്ഷേപിക്കുമ്പോൾ 15 ലക്ഷം കിട്ടി. അപ്പോൾ നമ്മൾ ഉടനെ അടുത്ത ദിവസം എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഇവരോടൊക്കെ വാങ്ങിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരു 20 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കിട്ടി 1 കോടി. അപ്പോൾ ലാഭമല്ലേ? ആരോടെങ്കിലും ഒരാഴ്ചത്തേക്ക് ഒരു കുറച്ച് കാശ് വാങ്ങിച്ചാൽ 2-3 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോലും സുഖമായി പറ്റും. അങ്ങനെ കുറേ കാശുകൾ വാങ്ങിച്ചു കൂട്ടുന്നു. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സ്ഥലം കൂടി വിറ്റ് അതിനകത്ത് പൈസ ഇടുന്നു, സ്ഥലം ബാങ്കിൽ പണയം വെച്ച് ആ പൈസ എടുത്തിടുന്നു. അങ്ങനെ കയ്യിൽ കിട്ടാവുന്ന കാശെല്ലാം അതിനകത്ത് നിക്ഷേപിച്ച് മാക്സിമം പൈസയുമായി പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുമ്പോഴാണ്, അത് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്കത് പറ്റുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് ഇത്ര നാളുള്ള ധാരണ, നമ്മൾ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്, നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാൽ അതിനിപ്പോൾ 500 രൂപയാണ്, നമ്മൾ അതിൻ്റെ ഒരു 10 ഷെയർ വാങ്ങിച്ചു 5000 രൂപയാണ്. നാളെ അതിൻ്റെ ഷെയറിൻ്റെ വില കുറഞ്ഞൊരു 450 ആയാലും ആ 450 വെച്ച് 10 ഷെയറിന് 4500 രൂപ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഇനി അത് കൂടി 500, 550, 600 ആയി നമുക്ക് ആ തുക 6000 രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കും, നമുക്കത് എടുക്കാം. ലാഭമായാലും നഷ്ടമായാലും നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള പണം നമുക്ക് വിഡ്രോ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതറിയുന്നവരാണ് ഇതിൽ ചെന്ന് ചാടുന്നത്. രണ്ടാമതൊരു കാര്യം നമ്മൾ വാർത്തകളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും കഴിവും ഒക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ട്രേഡിംഗ്, ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് ആപ്പിലൂടെയൊക്കെയുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 2 കോടി, 3 കോടി, 10 കോടി, അങ്ങനെ ഒരുപാട്. തിരുവനന്തപുരത്തൊരു വക്കീലിന്റെ കഥ നമ്മൾ കണ്ടു. അതേപോലെ തൃശ്ശൂരും അങ്ങനെ 1-2 വിഷയങ്ങൾ ഉണ്ടായെന്ന് കേട്ടു. സൈബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുമ്പോൾ ഒട്ടനവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മലയാളത്തിലും ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിഷ്യലി ഇത് ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ വാട്സപ്പിലേക്ക് പോകുന്നു, അതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇംഗ്ലീഷിലാണ്. അതുപോലെ അവരുടെ ക്ലാസ് ഇംഗ്ലീഷിലാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ സാധാരണ ആൾക്കാർക്ക് സ്വല്പം ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് അറിയുന്ന സാധാരണ ആൾക്കാർക്കെന്നല്ല, ഇംഗ്ലീഷ് അത്ര നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും അതും ഒരു വിശ്വാസ്യതയുടെ ഭാഗമാണ്. കാരണം ഇത്രയധികം നല്ല രീതിയിൽ സംസാരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും ഉള്ളതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഈ നടന്ന ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസിനകത്ത് കൂടുതലും നല്ല കഴിവും വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള ആളുകൾ അതിനകത്ത് പെട്ടു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇങ്ങനെയൊക്കെയാണ് നിലവിലുള്ള ഫ്രോഡ് തരത്തിന്റെ ഒരു രീതികൾ. നാളെ ഇപ്പം ഈ പറഞ്ഞു തീർന്ന ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഇതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി മറ്റു പലതുമായേക്കാം. ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുക, ഇനി ഒരു കേസ് അതെന്ത് തന്നെ ആയിക്കോട്ടെ, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ ലോയറെ കോണ്ടാക്ട് ചെയ്യാനുള്ള അവകാശവും അവസരവും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ വൻ ലാഭം ഉണ്ടാക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യൂ, ഒരു പരിധിയിൽ കവിഞ്ഞുള്ള ലാഭം ഉണ്ടാക്കലൊന്നും നോർമൽ കേസിൽ നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിലും ഒരു ഫ്രോഡ് തരം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അപ്പം നോർമൽ രീതിയിൽ പണിയെടുക്കുകയും ജോലി ചെയ്യുകയും അങ്ങനെയുള്ള കാശുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബിസിനസ്സുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമുക്ക് എന്തിനാണ് ഈ ഒരുപാട് കാശ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡാ. പണിയെടുത്താൽ ജീവിക്കാൻ പറ്റാത്ത, ഒരു ജോലി ചെയ്താൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കൂ, അത് നല്ല രീതിയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യൂ. പണം ഉണ്ടാക്കുക, പണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ്, ഇപ്പം രണ്ടാമതൊന്നും നമ്മൾ വന്നത് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസുകൾ, അതുപോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകൾ, അതുപോലെ അറസ്റ്റ്, ഇതൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയുള്ള എന്തെങ്കിലും രീതിയിലൊക്കെ തന്നെയായിരിക്കും ഒന്നെങ്കിൽ അധികമായി പണം ഓഫർ ചെയ്തുകൊണ്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ മാനസികമായി തളർത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ്. ഇത് രണ്ടിലേതായാലും ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലീസ് വേഷത്തിലായിരിക്കില്ല നാളെ വരാൻ പോകുന്ന, മറ്റൊരു വേഷത്തിലായിരിക്കും. ചിലപ്പോൾ നാളെ ഒരു വലിയ രോഗമുണ്ട് നിങ്ങൾക്ക് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് ഇവർ വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഏതുതരം ഫ്രോഡ് ആക്ടിവിറ്റീസ് ആയാലും അതിൽ നിന്ന് നമ്മൾ പെടില്ല എന്ന് നമ്മൾ ഒന്ന് തീരുമാനിക്കുക. കൂടാതെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. സുഹൃത്തുക്കളോട് ഇതൊന്ന് പങ്കുവെക്കൂ, അവർ വേറെ 1-2 ആളുകളോട് പങ്കുവെക്കുന്നു. അങ്ങനെ ഈ സംഭവം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ സംശയങ്ങൾ തോന്നും. അപ്പോൾ അതിനകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗവും കിട്ടും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെയുള്ള മറ്റ് ഫ്രോഡ് തരത്തിൽ ഒന്നും ഇനി പെടാതിരിക്കട്ടെ. പെടുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ട്, ഇതിന് വല്ല വിശ്വാസ്യത ഉള്ളതാണെന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അന്വേഷിച്ച് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഫ്രോഡ് തരത്തിലോ കാര്യങ്ങളിലോ ഒന്നും പെടാതിരിക്കട്ടെ. എന്തെങ്കിലും രീതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ വന്നാൽ സൈബർ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ഉണ്ട്, സൈബർ പോർട്ടലുണ്ട്. ഇതിലേതെങ്കിലും മെസ്സേജ് അയക്കുകയോ ഇമെയിൽ അയക്കുകയോ ഒക്കെ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ സൈബർ പോലീസിന്റെ എമർജൻസി കോൺടാക്ട് നമ്പർ ഉണ്ട് 1930.
ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബന്ധപ്പെടുക, സംസാരിക്കുക. ഇത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ എമർജൻസി നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിക്കാമായിരിക്കും. നോർമലി ഈ 1930 എന്ന് പറഞ്ഞ നമ്പർ എമർജൻസി ആയിട്ട് പൈസയൊക്കെ നഷ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയുള്ളതായിരിക്കും. സാധാരണ നമ്മുടെ പോലീസ് സ്റ്റേഷൻ, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, പോലീസുകാരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കും. ഫ്രോഡ് തരത്തിൽ ചെന്ന് പെടാതിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അത് മറ്റ് ഫ്രോഡുകൾക്ക് കട്ടുകൊണ്ട് പോകാനുള്ളതല്ല. നമ്മുടെ ജീവിത സമാധാനം നഷ്ടപ്പെടും. ആളുകളോട് വായ്പ വാങ്ങിച്ച് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, അടുത്തത് ആത്മഹത്യയായിരിക്കും, കുടുംബം അടച്ചുള്ള ഒരു ആത്മഹത്യ. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും നാളെയും പണിയെടുത്ത് പണമുണ്ടാക്കി ജീവിക്കാവുന്നതേ ഉള്ളൂ. ആത്മഹത്യ അതൊന്നും ഒരു ഇതിനുള്ള ഒരു പ്രതിവിധിയോ അതിനുള്ള ഒരു കാര്യമേ അല്ല. നാളുകൾ പണിയെടുത്ത് കടമുണ്ടെങ്കിൽ അത് വീട്ടുക, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക, ഒക്കെ നോക്കാം. അപ്പൊ മറക്കണ്ട, സൈബർ പോലീസിന്റെ എമർജൻസി കോൺടാക്ട് നമ്പർ 1930. ആരുടെയെങ്കിലും കാശ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണം പോയിട്ടുണ്ടെങ്കിൽ വിത്തിൻ ആൻ അവർ ആണെങ്കിൽ, അത് ഗോൾഡൻ അവർ എന്നവർ വിളിക്കും. വിത്തിൻ ആൻ അവർ ആണെങ്കിൽ ഗോൾഡൻ അവർ എന്നാണ് സൈബർ ഡിപ്പാർട്ട്മെന്റ് ഇതിനെ വിളിക്കുന്നത്. കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ പണം നഷ്ടപ്പെടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കാം. കോൺടാക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാം കമന്റുകളായി ചോദിക്കുക, ഉത്തരം നൽകുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രസക്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം.